ഹൃദയഹാരിയായ വളരെ മികച്ചൊരു മൈ ആണ് ഇന്നത്തെ പ്രോമോയും. മികച്ചൊരു എന്ന വാക്ക് പറഞ്ഞതിന് ശേഷം ബാക്കി പറയാൻ അറിയാൻ മേലാഞ്ഞിട്ടൊന്നുമല്ല, എടുത്തോണ്ട് പോഴേ എന്ന് പറയാനും അറിയാൻ മേലാഞ്ഞിട്ടൊന്നുമല്ല. ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് അത്രയും പുച്ഛത്തോടെയാണ്. അത് ബിഗ് ബോസിനോടല്ല കേട്ടോ, ഈ രണ്ടെണ്ണങ്ങളോടാണ്. ജാസ്മിൻ ഗബ്രി, ബിഗ് ബോസ് എന്ന ഷോയോടും ആ ഒരു ഫോർമാറ്റിനോടും നമുക്കൊരു റെസ്പെക്റ്റും അഡ്മയറേഷനും ഒക്കെ ഉണ്ട്. അത് ബിഗ് ബോസ് ആയിട്ട് കളഞ്ഞു പുളിക്കരുത്. അതുകൊണ്ട് മാത്രമാണ് വീഡിയോയിൽ വന്നിരുന്ന് തെറി പറയാത്തത്. നമുക്കൊരു പ്രേക്ഷകൻ എന്ന നിലയിൽ ഏത് വേണേലും റിയാക്ട് ചെയ്യാം, ഏത് രീതി വേണേലും റിയാക്ട് ചെയ്യാം. നമ്മളെ യൂട്യൂബ് ഒന്നും സെൻസർ ചെയ്തൊന്നുമില്ല. അതൊക്കെ വേറെ കാര്യം. ഇന്നത്തെ ലൈവും എപ്പിസോഡും കണ്ടവർക്കറിയാം ജാസ്മിൻ ഗബ്രി വെറുപ്പിക്കല് എത്ര നേരമാണ് നീണ്ടു നിന്നത് എന്നുള്ളത്. ലൈവിൽ കാണിച്ച അതേ ഐറ്റം തന്നെ ഒട്ടും ട്രിം ചെയ്യാതെയാണ് എപ്പിസോഡിലും എടുത്ത് കാണിച്ചിരിക്കുന്നത്. ഇതിനർത്ഥം ലൈവ് പ്രേക്ഷകരെ മാത്രമല്ല, എപ്പിസോഡ് കാണുന്നവരെ ഇട്ട് വെറുപ്പിക്കണം ബിഗ് ബോസിന്. അത് പോട്ടെ, കഴിഞ്ഞ കാര്യമാണ്, ക്ഷമിച്ചിരിക്കുന്നു. ഇപ്പൊ പുറത്ത് വിട്ട ആ ഒരു പ്രോമോ എന്ത് കോപ്പാണെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അല്ല, വീട് നിറയെ ആളുണ്ട്, 20 പേരുണ്ട് അതിൻ്റെ അകത്ത്. പക്ഷെ ക്വാളിറ്റി കണ്ടന്റ് ഉണ്ടാക്കാൻ ആരുമില്ല. നാണവും മാനവും ഇല്ലാത്ത ഗബ്രിയും ജാസ്മിനും മാത്രമേ ഉള്ളൂ. ബെഡിൽ കടന്നങ്ങ് മോങ്ങുവാണ് ജാസ്മിൻ. ഗബ്രി അടുത്തു പോയിരിക്കുന്നു. അപ്പൊ ജാസ്മിൻ എന്നൊരു ഒറ്റപ്പെടുത്തിയെന്ന് പറഞ്ഞു. ഒറ്റപ്പെടുത്തിയെന്ന് എന്ത് ഒറ്റപ്പെടല്? എന്നൊരു വാഷ്റൂം ഏരിയയിൽ ഗബ്രി പോയിരിക്കുന്നു. ഇതിന്റെ ഇടയ്ക്ക് കരച്ചില് ബീജം ഇട്ട് സഹതാപതരംഗം ഉണ്ടാക്കാൻ വേണ്ടി എഡിറ്റർ മാമൻ. ഇവർക്കൊന്നും വയ്യേ. പിടിച്ച് പുറത്താക്കി മാരണങ്ങൾ രണ്ടിനെയും. ഇവരുടെയൊക്കെ കണ്ടന്റും തീർന്നു, എല്ലാം തീർന്നു. പ്രേക്ഷകർക്ക് ഇവരുടെ ഈ ചുക്കൊന്നും കാണാൻ ഒരു താല്പര്യമില്ല. ഇപ്പൊ ഗബ്രി കോമ്പോടെ കലാശക്കൊട്ടെന്ന് പറഞ്ഞ് നമ്മൾ വീഡിയോ ചെയ്തത് തന്നെ ഇന്നുകൊണ്ട് ജാസ്മിൻ ഗബ്രി കോണ്ടന്റുകൾ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഇങ്ങനെ പൊട്ടിത്തെറിച്ചൊരു വീഡിയോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത് ബിഗ് ബോസിന്റെ ഈ ഒരു പ്രോമോ ആണ്. എന്ത് ഊളത്തരം പ്രോമോ ആയിട്ട് ഇറക്കിയാലും ഹൃദയഹാരിയാണെന്ന് പറയാൻ നമ്മുടെ തലയ്ക്ക് ഓളമൊന്നുമില്ല. അത് ബിഗ് ബോസ് മനസ്സിലാക്കണം. കോപ്പിലെ പ്രോമോ ആയിട്ട് വന്നിരിക്കുന്നു പ്രേക്ഷകരെ പൊട്ടന്മാരാക്കാനായിട്ട്. ലൈവ് എപ്പിസോഡ് കാണാൻ വേണ്ടി കാണിപ്പിക്കാൻ വേണ്ടി തന്നെയാണോ നീ ഈ പ്രോമോ എന്ന് പറഞ്ഞൊരു 30 സെക്കൻഡ് ആയിട്ട് വർക്കുന്നത്? അതോ കാണണ്ടെന്ന് പറഞ്ഞ് മുന്നറിയിപ്പ് തരാൻ വേണ്ടിയിട്ടാണോ? അല്ല, അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുകയാണ്. ഇതൊരു മുന്നറിയിപ്പായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ലൈവ് കാണേണ്ടത് ഇവരുടെ വെറുപ്പിക്കൽ ഉണ്ടാവും എന്ന് പറഞ്ഞ് കാണിക്കാൻ വേണ്ടിയിട്ടാണോ? അല്ല, ഇന്നുകൊണ്ട് ഞാൻ നിർത്തി ജാസ്മിൻ ഗബ്രി വീഡിയോകൾ. ഇവര് സംസാരിച്ചതും എല്ലാം ഉള്ള ആ ഒരു ലൈവ് അപ്ഡേറ്റ് പരിപാടികൾ ഞാൻ നിർത്തി. ഇനി അവരെ കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്യുവാണെങ്കിൽ അസ്ഥിവാരം തോണ്ടിയുള്ള ആ ഒരു പരിപാടിയെ ചെയ്യത്തുള്ളൂ. ശരിക്കും റോസ്റ്റിംഗ് പരിപാടി തന്നെ ചെയ്യും. അത് വ്യക്തിഹത്യയാണെന്നോ എന്താന്ന് പറഞ്ഞാൽ ഒരു കോപ്പുമില്ല എനിക്ക്. അത്രയും വെറുപ്പിച്ച് കളഞ്ഞു ഇന്നൊരൊറ്റ ദിവസം കൊണ്ട് ജാസ്മിനും ഗബ്രി രണ്ടുപേരും.